അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം ഇഷ്ടം വെക്കാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ. ആമീൻ. കൂടുതൽ നീട്ടി വലിച്ച് പറയാണ്ട് നേരെ വിഷയത്തിലേക്ക് വരാട്ടോ. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ടൈറ്റിൽ കണ്ടതുപോലെ ഒരത്ഭുത സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഈ പറയാൻ പോണത്. നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്വലാത്ത് തന്നെയാണ്. എന്താണെങ്കിലും ഈ സ്വലാത്തിലൂടെ ഓരോരുത്തർക്ക് ലഭിച്ച നിഅമത്തുകൾ, ഓരോരുത്തർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ ശരിക്കും വല്ലാണ്ട് അത്ഭുതപ്പെട്ടു പോകുക കേട്ടോ. കാരണം അത്രത്തോളം ഫലങ്ങളാണ്, അത്രത്തോളം ഗുണങ്ങളാണ് ഓരോരുത്തർക്കും ഈ സ്വലാത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കും ഈ സ്വലാത്ത് ചൊല്ലി ഇതിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകട്ടെ. ഓരോരുത്തർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ? ഇപ്പം ഒരു അത്ഭുത അനുഭവം കേട്ടത്, ആൾക്ക് വളരെ ടഫായിട്ടുള്ള ഒരു രാജ്യത്തെ ലൈസൻസ് കിട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കണ്ട ആളുകളുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ജോലി ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ, പ്രത്യേകമായിട്ടുള്ള നീഡ്സ് ലഭിച്ച ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവർക്കെത്താൻ കഴിഞ്ഞു ഈ സ്വലാത്തിലൂടെ. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. എന്താണെങ്കിലും ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള സ്വലാത്ത് ഏതാ അറിയോ? സ്വലാത്തു താജ്. അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാം. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ കിരീടമണിഞ്ഞ സ്വലാത്ത് ഇതാണ് സ്വലാത്തു താജ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാഹിബി താജ് വൽ മിഅറാജ് വൽ ബുറാഖി വൽ അലം ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മർളി വൽ അലം اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحابه وسلموا تسليما. ഇതാണ് സ്വലാത്തു താജ്. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഫലം ഉറപ്പാണ്, യാതൊരു ഡൗട്ടും വേണ്ട. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.